തുടർന്ന് നമുക്ക് ദൈവവചനത്തിലെ ഏറ്റവും ഗൗരവമേറിയ പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. അത് ചിലർ പറയുന്നത് ബൈബിളിന്റെ ഒരു നിഴൽ പോലെ, അതായത് 66 അധ്യായമുള്ളതുകൊണ്ട് 66 പുസ്തകമാണല്ലോ ബൈബിളിലുള്ള ആയുള്ളത്. അപ്പോൾ ഈ യെശയ്യാ പ്രവാചന പുസ്തകത്തിനും 66 അധ്യായങ്ങളുള്ളത് കൊണ്ട് അതിന്റെ നിഴലായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ, വളരെ ഗൗരവമേറിയ ചിന്തകളുള്ള അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചന പുസ്തകം. നമുക്ക് ആ പുസ്തകത്തിലേക്ക് കടന്നു വന്ന് യഹോവയായ ദൈവത്തെപ്പറ്റി ആത്മനിറവിൽ താവിലദാസൻ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. വിശദീകരണങ്ങൾ ഇല്ല എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു വിടുന്നതേ ഉള്ളൂ. ദൈവജനം വളരെ ഗൗരവത്തോടും പ്രാർത്ഥനയോടും ആ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. വളരെ സിമ്പിളായി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ്. അതിൽ പ്രാരംഭമായി നമുക്ക് യെശയ്യാ പ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിലിങ്ങനെ പറയുന്നു: ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ മറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നുവെന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ചിത്രം ചെറിയ തോതിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ ഭാഗം കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വീണ്ടും നമുക്ക് ഈ പുസ്തകത്തിന് 37-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വാക്യങ്ങളിലേക്ക് വരാം. അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. വളരെ ചിന്തനീയമായ വാക്യങ്ങളാണല്ലോ. യഹോവയെ ചെവി ചായിച്ച് കേൾക്കണമേ, യഹോവയെ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയിച്ചിരിക്കുന്ന സൻഹേരീബിന്റെ വാക്ക് ഒക്കെയും കേൾക്കണമേ. യഹോവയെ, അശ്ശൂർ രാജാക്കന്മാർ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിൽ ഇട്ട് കളഞ്ഞത് സത്യം തന്നെ. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. അടുത്ത വാക്യം: ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് ഹിസ്കിയാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗം യെശയ്യാവ് കോട്ട് ചെയ്തതാണ്. വളരെ ദൈവം ആരെന്നും എങ്ങനെയെന്നും വളരെ കൃത്യമായി പറയുന്ന അനുഗ്രഹീതമായ തിരുവചനമായതുകൊണ്ട് ഞാനത് കോട്ട് ചെയ്തതാണ്. തുടർന്ന് നമുക്ക് 40-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 40-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ: ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞ് കാണുകയില്ല. വാക്യങ്ങളൊക്കെ വളരെ ചിന്തനീയമാണല്ലോ ദൈവമക്കളെ.
കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളൂ. തുടർന്നുകൂടി വായിക്കാം നമുക്ക്. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോവേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വിശദീകരണം ഒരു ആവശ്യമില്ലാത്ത വളരെ ഗൗരവമേറിയ നല്ല തിരുവചന ഭാഗങ്ങളാണല്ലോ ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടുകയും തുടർന്ന് നമുക്ക് 41 അധ്യായത്തിലെ ചില വാക്യങ്ങൾ കൂടി വായിക്കാം. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. 41 അധ്യായം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഞാനിവിടെ ഒരു കാര്യം ദൈവജനത്തെ ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഈ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ചിത്രമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പഠനത്തിൽ എനിക്ക് ബോധ്യമായൊരു വിഷയം, വീണ്ടെടുപ്പുകാരൻ യഹോവയായ ദൈവവും വീണ്ടെടുപ്പ് വില കൊടുത്തത് യേശുക്രിസ്തുവുമാണ്. പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനായ യേശുക്രിസ്തു, ആദ്യജാതനായ തൻ്റെ പുത്രനെ ലോക മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി വിലയായി കൊടുത്തത് യേശുക്രിസ്തുവിനെയാണ്, തൻ്റെ സ്വന്തം പുത്രനെ. പക്ഷെ വീണ്ടെടുപ്പുകാരൻ പിതാവായ ദൈവം തന്നെയാണ്, വീണ്ടെടുപ്പ് വില യേശുക്രിസ്തുവുമാണ് എന്നാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്. ഇവിടെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള പരാമർശം ഉള്ളതുകൊണ്ട് വീണ്ടെടുപ്പുകാരൻ ദൈവമാണെന്ന് തന്നെ പറ്റി പറയുന്ന ആ വാക്യം നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ഏതെങ്കിലും കാഴ്ചപ്പാടുകൾ എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയാതീതമായി ബോധ്യമായ ഒരു കാര്യമാണ്, വീണ്ടെടുപ്പുകാരൻ യഹോവയായ ദൈവവും വീണ്ടെടുപ്പ് വിലയായി നൽകപ്പെട്ടത് യേശുക്രിസ്തുവിനെയും ആണ് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഈ എൻ്റെ ശ്രോതാക്കൾ ദയവായി ഈ 41 അധ്യായം പ്രാർത്ഥനാപൂർവ്വം ഗൗരവമായി വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വീണ്ടും നമുക്ക് 42 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 8-ാം വാക്യം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. 9-ാം വാക്യം. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു,
ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പോ ഇത് 42-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് വായിച്ചു കേട്ടത്. നമുക്ക് 43-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഈ ഭാഗങ്ങൾക്ക് വളരെ അർത്ഥവത്താണ്. അതിലെ 10 മുതലുള്ള ചില വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. 43-ന്റെ 10-ാം വാക്യം മുതൽ: നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല. ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അന്യൻ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണല്ലോ. പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ലല്ലോ ദൈവം. വീണ്ടും തുറന്ന് 44-ാം അധ്യായത്തിലേക്ക് വന്നാൽ 44-ാം അധ്യായത്തിൻ്റെ 6 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 44-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം മുതൽ: ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമില്ല. ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവൻ ആർ? സംഭവിക്കുന്നതും സംഭവിപ്പാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ? ഒരു പാറയും ഇല്ല.
ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തെ പറ്റി ദൈവം തന്നെ പറയുന്ന സാക്ഷ്യങ്ങളായതുകൊണ്ട് സംശയരഹിതമായി നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ 24 വാക്യം കൂടി നമുക്ക് വായിക്കാം. 44 അധ്യായത്തിൽ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആരെന്നോടുകൂടി ഉണ്ടായിരുന്നു? ഈ വാക്യവും വളരെ ശ്രദ്ധേയമാണല്ലോ ദൈവമക്കളെ. ഒരു വിശദീകരണവും ആവശ്യമില്ലല്ലോ. തുടർന്ന് നമുക്ക് 45 അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 45 അധ്യായം നമ്മൾ വായിച്ചത്. അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 45 അധ്യായം അതിൻ്റെ 1 മുതൽ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കിലും അസ്തമാനത്തിങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. വളരെ വിശദീകരണം ആവശ്യമില്ലാത്ത വാക്യങ്ങളായതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ അവിടെ വിടുകയാണ്. അതിൻ്റെ തന്നെ 12 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാൻ. 12 വാക്യം, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നു. വീണ്ടും അതിന്റെ 15 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവും ആയുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവം ആകുന്നു. സത്യം. എന്തോ അവിടെ അതിന്റെ 18 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 18 വാക്യം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഇത്ര കൃത്യമായിട്ട് ദൈവം തന്നെ പറ്റി പറയുന്ന അത്യത്ഭുതകരമായ വാക്യങ്ങൾ ശ്രദ്ധിക്കാമല്ലോ ദൈവമക്കളെ. ഈ 45 അധ്യായത്തില് ദൈവം യഹോവ എന്ന 2 പദങ്ങൾ ചേർന്ന് 26 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്ര യഹോവ ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുന്ന അത്ര മധുരമനോഹരമായ മറ്റൊരു അധ്യായം ദൈവത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര വ്യക്തവും സ്പഷ്ടമായി ദൈവം തന്നെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവജനം 46 അധ്യായം പ്രാർത്ഥനാപൂർവം പലവട്ടം വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വീണ്ടും നമുക്ക് 46 അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 9 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ,
പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ മറ്റൊരുത്തനുമില്ല. അതിന്റെ 10-ാം വാക്യവും ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. വളരെ ദൈവം തന്നെ പറയുന്ന കാര്യങ്ങളാണ്. വീണ്ടും 47-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം 47-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധനെന്നാകുന്നു അവന്റെ നാമം. 48-ന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വന്നാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ. 48-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. ഈ വാക്യങ്ങളും ശ്രദ്ധേയമാണ്, വിശദീകരണം വേണ്ടല്ലോ. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 51-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിന്റെ 15-16 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു വായിക്കാം. യെശയ്യാവ് 51-ന്റെ 15-ാം വാക്യം. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തവും സ്പഷ്ടമായ തിരുവചന ഭാഗങ്ങളാണ് എഴുതുകയും. അതുകൊണ്ട് 54-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. 55-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. യെശയ്യാവ് 55-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അതിലെ യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കൃപ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തെ ചില വാക്യങ്ങളൊക്കെ യഹോവയുടെ സാക്ഷികൾ എന്ന വാക്യങ്ങളിൽ കാണുമ്പോൾ ചിലർക്കൊക്കെ യഹോവ സാക്ഷികളുടെ ഉപദേശമാണോ എന്ന് സംശയം തോന്നിയേക്കാം. എനിക്ക് യഹോവ സാക്ഷികളെ പറ്റി വലിയ വിവരം അറിയില്ല, അവരുടെ പഠിപ്പീര് എന്താണെന്നും സൂക്ഷ്മമായിട്ട് അറിയില്ല. ചിലതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ് നമ്മൾ. അപ്പോസ്തലന്മാർ പറയുന്നു,
അവന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികൾ. അതുകൊണ്ട് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം യഹോവയായ ദൈവം, സർവത്തിന്റെയും ഉടയവനും സൃഷ്ടാവുമായ സർവശക്തനായ ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഒരു ഉപദേശം പറഞ്ഞ് അങ്ങനെ ഒരു സഭയോ സംഘടനയോ സ്ഥാപിക്കുന്നതിനോടോ ആ ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല. യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരന് വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷിതാവും ഗുരുനാഥനും നായകനുമാണ്. യേശുക്രിസ്തു വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിത്യരക്ഷ പ്രാപിക്കാൻ ദൈവം ഒരുക്കിയ രക്ഷാകര മാർഗമാണല്ലോ യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു വഴിയില്ല. അപ്പോൾ തന്നെ പ്രപഞ്ച സൃഷ്ടാവായ ഏകസത്യ ദൈവം എന്ന കാഴ്ചപ്പാടിലും മാറ്റമില്ല. ദൈവം ഏകനാണ്, യേശു തന്റെ പുത്രനുമാണ്. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശം വചനവിരുദ്ധവും പൈശാചികവും 100% കൾട്ടുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്യങ്ങൾ ഇത്ര ഖണ്ഡിതമായി ദൈവജനത്തെ കൽപ്പിക്കാനിടയാക്കിയത്. അത് നമ്മൾ കേട്ട ഈ വാക്യങ്ങൾ ദൈവജനം വായിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു നോക്കൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനെ കൃത്യമായ വെളിപ്പാട് നമുക്ക് നൽകും. ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, 100% ഉറപ്പാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇടപെടുകയാണ്. നമുക്ക് മറ്റൊരു അടുത്ത ഭാഗത്തിൽ മറ്റൊരു ചിന്തയുമായി കയറി വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.